എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു എൻ്റെ മുഖം അന്വേഷിച്ചു തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ഇന്ന് ഉച്ചകഴിഞ്ഞ് നടന്ന യോഗം സാമൂഹിക തിന്മകൾക്കെതിരെ ബോധവൽക്കരണ സമ്മേളനമായിരുന്നു. സമസ്ത സൃഷ്ടികളും സൃഷ്ടാവായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും ഔദാര്യവും അനുഭവിക്കുന്നു. സൃഷ്ടാവിനെ മനുഷ്യൻ മഹത്വപ്പെടുത്തേണ്ടവനാണ്. എല്ലാ കുറവുള്ളവനെയും നിറവുള്ളവനാക്കുന്നവനാണ് ദൈവം.